പാതിവില തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെ മറയാക്കിയും കെ എൻ ആനന്ദകുമാറിന്റെ തട്ടിപ്പ്. കാസർഗോഡ് പെരിയയിൽ സായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ തട്ടിപ്പ് നടത്തിയത് ആശുപത്രി നൽകാമെന്ന പേരിൽ. സായി ട്രസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി സർക്കാർ 5 ഏക്കർ ഭൂമി സൗജന്യമായി നൽകി. ആശുപത്രിക്ക് തറക്കല്ലെടുത്ത് 2016 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആശുപത്രിക്കായി 1 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ സംഭാവന പിടിച്ചു. ആനന്ദ് കുമാറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ സ്ഥലത്തിന് പോക്കുവരവ് നടത്തിയിട്ടില്ലെന്ന് ഭൂമി നൽകിയ രഘു 24 പറഞ്ഞു. പുഴക്കരയിൽ സ്ഥലം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുഴക്കരയിൽ നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം അവിടെ പമ്പ് ഹൗസ് വെച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു 150 വീട്ടുകാർക്കും ഈ ഹോസ്പിറ്റലിനുള്ള വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ സ്ഥലം കൊടുത്തത്. അത് സ്ഥലം കൊടുത്തു എന്നല്ലാതെ സ്ഥലം പോക്കുവരവ് നടത്തിയില്ല. വില്ലേജിൽ പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് തുടർ നടപടികൾ ഉണ്ടാവാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പാന്ന് വെച്ചാൽ അങ്ങനെ തട്ടിപ്പല്ല. ഇതിനകത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. എന്താ വെച്ചാൽ ഇവരുടെ ഒരു പെരുമാറ്റവും രീതിയും ഇതൊക്കെ കാണുമ്പോൾ ഇത് മുന്നോട്ട് പോകാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത് എന്നുള്ള മനസ്സിലായതുകൊണ്ട് അത് പോക്കുവരവ് നടത്താതെ ഇപ്പോൾ അത് സ്ഥലം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. സ്ഥലം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. സർക്കാർ നൽകിയ 5 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് CH കുഞ്ഞമ്പു MLA 24 പറഞ്ഞു. ക്യാഷ്ലെസ് സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങും എന്ന് വാഗ്ദാനമാണ് നൽകിയത്. അപ്പോൾ ജില്ല ഭയങ്കര ആഹ്ലാദിച്ചു. കാരണം പണം കൊടുക്കാതെ ഒരു ആശുപത്രി സ്പെഷ്യാലിറ്റി ഏത് ചികിത്സയും ലഭിക്കുന്ന ആശുപത്രി, അതിന് സ്ഥലം സർക്കാർ ലഭ്യമാക്കണമെന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനൊരു നിർദ്ദേശം കേട്ടപ്പോൾ സർക്കാർ സ്ഥലം സൗജന്യമായിട്ട് അവർക്ക് നൽകി. വർഷങ്ങൾ പിന്നിട്ടു, ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്. പിന്നീട് ഞങ്ങളുമെല്ലാം പറഞ്ഞു ഇത് നടക്കാൻ സാധ്യത കാണുന്നില്ല, ഭൂമി തിരിച്ചു പിടിക്കണം. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ പേര്, സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചെങ്കിലും പിന്നീട് ഇത് തട്ടിപ്പാണ് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പൊട്ടു ആളുകൾ. അരുൺ പാറക്കൽ വിവരങ്ങൾ ചേരുന്നു. അരുൺ, അനന്തകൃഷ്ണൻ തട്ടിപ്പിടിക്കപ്പെടുമ്പോൾ പല തട്ടിപ്പുകൾ വെളിച്ചത്തേക്ക് വരികയാണ്. 5 ഏക്കർ ഭൂമി, സർക്കാർ ഭൂമി സൗജന്യമായി വാങ്ങി എത്ര കോടികൾ പിരിച്ചെന്നോ, എന്താണ് അതിൻ്റെ വേറബോട്ട്സ് അറിയാൻ കഴിയുന്നുണ്ടോ? ആശുപത്രിക്കായി ഏതെങ്കിലും ഒരു ചെറുവിരലനക്കം ആ ഭൂമിയിൽ ഉണ്ടായോ അരുൺ? കാശ്മീർ 2016 ഈ ആശുപത്രി സംബന്ധിച്ച ഒരു പ്രചരണം വ്യാപകമായി കാസർഗോഡ് ജില്ലയിൽ നടന്നത്. പെരിയയിലെ കാഞ്ഞിരടുക്കത്തെ സർക്കാർ ഇതിനായി 5 ഏക്കർ ഭൂമി സൗജന്യമായി നൽകുകയും ചെയ്തു. അത് അതിനുള്ള ഒരു നടത്തിപ്പ് ചുമതല അല്ലെങ്കിൽ അതിനുള്ള ഒരു നേതൃത്വം നൽകിയത് ഈ കെ എൻ ആനന്ദകുമാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനൊക്കെ സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അങ്ങനെയാണ് ഈ 5 ഏക്കർ ഭൂമി സർക്കാർ സൗജന്യമായി നൽകുന്നത്. അന്ന് കെ എൻ ആനന്ദകുമാർ സർക്കാരിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെയും വിശ്വസിപ്പിച്ചത് സൗജന്യമായ ചികിത്സ കാസർഗോഡ് ജില്ലയിൽ, അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും സൗജന്യമായ ചികിത്സ ഞങ്ങൾ നൽകാൻ പോകുന്നു. അതിനുവേണ്ടി വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സായി ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ നിർമ്മിക്കുന്നു എന്നതാണ്. അങ്ങനെയാണ് 2016 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടെത്തി ഇതിന് തറക്കല്ലിടുകയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയൊരു ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്ത് ഈ ഒരു പ്രചരണത്തിൻ്റെ മറയാക്കി നിരവധി ആളുകളിൽ നിന്ന് പണം പിരിച്ചു. അത് 25,000 രൂപ മുതൽ പിരിച്ചിട്ടുണ്ട്. 25,000 നഷ്ടപ്പെട്ടവരുണ്ട്, 1 ലക്ഷം നഷ്ടപ്പെട്ടവരുണ്ട്, 1 കോടി നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ വലിയ തുകകൾ നഷ്ടപ്പെട്ട ആളുകൾ ഈ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അതൊക്കെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആശുപത്രി വരുന്നു എന്നതിൻ്റെ പേരിലാണ്, അത് വിശ്വസിച്ചാണ് പല ആളുകളും പണം നൽകിയത്. പക്ഷേ 9 വർഷം പിന്നിട്ടു, ഇതുവരെയും അവിടെ ഒരു ആശുപത്രി വന്നില്ല എന്നതാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ ഒരു ശിലാഫലകം സ്ഥാപിച്ചിരുന്നു. ആ ശിലാഫലകം മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെയുള്ളത്. ഈ കമ്പനി, കരാറെടുത്ത കമ്പനി 6 മാസത്തോളം പണി മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് തർക്കമുണ്ടായി. അതിൻ്റെ ഫില്ലർ വാർത്തതുൾപ്പെടെ, അടിത്തറ ഉൾപ്പെടെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് പറ്റിക്കപ്പെട്ടു എന്നത്. പല ആളുകളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച രഘു, അദ്ദേഹം 5 സെൻറ്റ് ഭൂമി അവിടേക്കുള്ള വെള്ളത്തിനും അതുപോലെ തന്നെ വീടുകളിലേക്കുള്ള വെള്ളത്തിനും വേണ്ടി 5 സെൻറ്റ് ഭൂമി പുഴക്കരയിൽ നൽകാമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഈ തട്ടിപ്പ് മനസ്സിലാക്കി ഭൂമി നൽകിയില്ല. പക്ഷേ പണം നൽകിയവർക്ക് റെസിപ്റ്റ് പോലും നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ്മൻചാണ്ടി പങ്കെടുത്ത ആ വേദിയിൽ വെച്ചാണ് പലരും പണം നൽകിയത്. ആ ചെക്ക് കൈമാറുന്ന ഫോട്ടോകളും പത്രവാർത്തകളും ഒക്കെ ഉണ്ട്. പക്ഷേ റെസിപ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകാനും പലർക്കും സാധിക്കുന്നില്ല. എന്തായാലും വലിയ ചതിയിൽ ഇവർ അകപ്പെട്ടു. കെ എൻ ആനന്ദകുമാറാണ് ഇതിനുള്ളൊരു നേതൃത്വം നൽകിയത്.
കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറയാക്കി അദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതാണ് CH കുഞ്ഞമ്പു MLA വ്യക്തമാക്കിയത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത് ഹാഷ്മി. ഓക്കെ, അനന്തകൃഷ്ണ തട്ടിപ്പിലാണ് തുടക്കം, പിന്നെ അത് കെ ആനന്ദകുമാറിലേക്ക് അതിൻ്റെ ഫോക്കസ് മാറുന്നു. ആനന്ദകുമാർ ഈ മേഖലയിൽ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ചികിത്സയ്ക്കും 5 പൈസ വാങ്ങാതെയുള്ള സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് സൗജന്യ ഭൂമി വാങ്ങുന്നു, പലയിടങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങുന്നു. അതിനുശേഷം ഭൂമിയുമില്ല, ആശുപത്രിയുമില്ല, കോടികളുമില്ല എന്ന അവസ്ഥയാണ് എന്നാണ് അവിടുത്തുകാർ CH കുഞ്ഞമ്പു MLA അടക്കമുള്ളവർ പറയുന്നത്. കൂടുതൽ തട്ടിപ്പുകൾ ഈ രീതിയിൽ ഈ ഫോർമാറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ പുറത്തേക്ക് വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്.